ഷഫീദ്, മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ കാരണം ഇങ്ങനൊരു വെളിപ്പെടുത്തൽ ആരും പ്രതീക്ഷിക്കില്ല. കാരണം ഇതെല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഓപ്പറേറ്റ് ചെയ്താണെന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയ്ക്കുണ്ട്. അപ്പോഴാണ് ദൈവതുല്യൻ എന്നൊക്കെ ആളുകൾ കരുതുന്ന ഈ ശബരിമല അന്ന് തന്ത്രിയായിരുന്ന ആൾ തന്നെ ഇതിൽ റോൾ എടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. വിശ്വാസി സമൂഹത്തിന് അവിശ്വസനീയമായി തോന്നാവുന്ന വാർത്ത കൂടിയാണിത്. കാര്യം ഒരുപാട് തെളിവുകൾ നിരത്തിയാൽ മാത്രമേ കോടതിയിൽ ഇത് വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കാനും SITക്ക് കഴിയൂ. ഉറപ്പായിട്ടും, കാരണം കോടതിയിൽ ഇക്കാര്യമൊക്കെ എത്തുക അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ എത്തുക നിർണായകമാണ്. പക്ഷേ അന്വേഷണത്തിന്റെ ഈ ഘട്ടം അത് മറ്റൊരു തരത്തിൽ കൂടി SIT വിലയിരുത്തപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിട്ടുള്ള KP ശങ്കരദാസ് വരെയുള്ള ആളുകൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ, അവർ കോൺസ്പിറസിയിൽ പങ്കെടുത്തോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തിൽ അവർക്കുണ്ടായിട്ടുള്ള വീഴ്ചയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള സംശയമുണ്ട്. പക്ഷേ ഇതിന്റെ കോൺസ്പിറസിയിൽ പേരുകാരായ 6 പേരുണ്ട്, 6 പ്രധാനികളുണ്ട് എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. അതിലൊരാളായി ഇപ്പോൾ SIT തന്ത്രിയെയും കാണുന്നു എന്നുള്ളതാണ്. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, മുരാരി ബാബു, പത്മകുമാർ അടക്കം തുടങ്ങി അതിൽ 6ാമൻ തന്ത്രിയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന, ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വിവരം. ഈ പത്മകുമാറിനൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്ന് SIT പലതവണ കോടതിയിലടക്കം റിപ്പോർട്ടായി പറഞ്ഞതാണ്. എന്നാൽ പത്മകുമാറിനോടൊപ്പം തന്നെ തന്ത്രിക്കും പങ്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്ന കാര്യം. അത് നിലവിൽ ഇപ്പോൾ അവർ ശേഖരിച്ച അല്ലെങ്കിൽ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യൽ അത് സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ മൊഴികളുടെ അടിസ്ഥാനത്തിലോ ഉള്ള ചോദ്യം ചെയ്യലായിരുന്നില്ല. മറിച്ച് ഈ ചെങ്ങന്നൂരിലെ വീട്ടിലെ തെളിവെടുപ്പ്, ആ തെളിവെടുപ്പിലടക്കം ചില വിവരങ്ങൾ അത് SITക്ക് ലഭിച്ചിരുന്നു. ഈ തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അദ്ദേഹത്തിന് കേരളത്തിനകത്തുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കേരളത്തിന് പുറത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളിൽ SITക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നു. അതിലടക്കം SIT വ്യക്തത തേടുകയായിരുന്നു ഇത്രയും നാൾ. അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സമീപനത്തിലേക്ക്, ഇങ്ങനെ ഒരു രീതിയിലേക്ക്, ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് SIT ഒരു വിലയിരുത്തലിലേക്ക് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ സാധാരണഗതിയിൽ ശബരിമലയിൽ തന്ത്രിയിലേക്കൊക്കെ അന്വേഷണം എത്തുമ്പോൾ ആ ഏജൻസിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അതൊക്കെ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് തന്ത്രിയിലേക്ക് എത്തിയത് തന്നെ. മാത്രമല്ല, തന്ത്രി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഇടപാടുകൾ അത് കേവലം ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമല്ലെന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 സ്വർണ്ണപ്പാളികൾ വിട്ടുകൊടുത്തത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അത് തിരിച്ചു കൊണ്ടുവരാൻ വൈകിപ്പിച്ചത്, ആ വൈകിപ്പിക്കൽ കൃത്യമായി തന്നെ അത് ചൂണ്ടിക്കാണിക്കാത്തത്, അതിനുശേഷം 2024 സമാനമായി ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ നീക്കം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അദൃശ്യമായിട്ടുള്ള ചില നീക്കങ്ങൾ അതുൾപ്പെടെയാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതങ്ങനെ ഒരു 5 സെറ്റോളം കാര്യങ്ങളാണ് SIT ഇക്കാര്യത്തിൽ സംശയമായിട്ടല്ല സ്ഥിരീകരണമായി തന്നെ SIT വിലയിരുത്തുന്നത്. ഏതായാലും അതടക്കം നിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച തന്ത്രിക്ക് ഇനി എളുപ്പമാകില്ല. തന്ത്രിയുടെ പങ്ക്, നേരിട്ടുള്ള പങ്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിലുണ്ട് എന്ന് കോടതിയിൽ ഔദ്യോഗികമായി SIT അറിയിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ തന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് വളരെ പ്രധാനപ്പെട്ടതാകും. മാത്രവുമല്ല, തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് അദ്ദേഹം ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ള കാര്യം അതും അക്കൗണ്ട് ചെയ്യപ്പെടുകയാണ്, അതും ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ് SIT ഈ ഘട്ടത്തിൽ. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.